അറിയുന്നൊരു നാഥൻ എൻ്റെ കൂടെയുണ്ടല്ലോ. എൻ്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. എന്നെ അറിയുന്നൊരു നാഥൻ എൻ്റെ കൂടെയുണ്ടല്ലോ. എൻ്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. അറിയുന്നുണ്ടല്ലോ നാഥൻ കരുതുന്നുണ്ടല്ലോ. അറിയുന്നുണ്ടല്ലോ നാഥൻ കരുതുന്നുണ്ടല്ലോ. എൻ്റെ ഭാരമവൻ തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. എൻ്റെ ഭാരമവൻ തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. എന്നെ അറിയുന്നൊരു നാഥൻ എൻ്റെ കൂടെയുണ്ടല്ലോ. എൻ്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. എന്നെ അറിയുന്നൊരു നാഥൻ എൻ്റെ കൂടെയുണ്ടല്ലോ. എൻ്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. ും തിരമാലയുമേറി വന്നാൽ ആഴികളെ നിർമ്മിച്ചോനൻ കൂടെയുണ്ടല്ലോ. ഊളങ്ങളും തിരമാലയുമേറി വന്നാൽ ആഴികളെ നിർമ്മിച്ചോനൻ കൂടെയുണ്ടല്ലോ. അരികിലുണ്ടല്ലോ നാഥൻ പടകിലുണ്ടല്ലോ. അരികിലുണ്ടല്ലോ നാഥൻ പടകിലുണ്ടല്ലോ. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിടും. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിടും. എന്നെ അറിയുന്നൊരു നാഥൻ എൻ്റെ കൂടെയുണ്ടല്ലോ. എൻ്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. എന്നെ അറിയുന്നൊരു നാഥൻ എൻ്റെ കൂടെയുണ്ടല്ലോ. എൻ്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുദിന വചനം നാവിൻ്റെ പാപം. ദ സിൻ ഓഫ് ദ ടങ്. സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം 19-ാം തിരുവചനം. ബുക്ക് ഓഫ് Proverbs chapter 10 verse 19. വാക്ക് പെരുകിയാൽ ലംഘനമില്ലാതിരിക്കുകയില്ല. അധരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ. In the multitude of words were once not sin, but he that refrains his lips is wise. Amen. പരിശുദ്ധാത്മാവ് ദൈവമേ, ഈ തിരുവചന ഭാഗങ്ങൾ ഞങ്ങൾക്കായി പഠിപ്പിച്ചു തരണമേ. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു തുടങ്ങിയ തിരുവചനം ആണ്. അതിലൊന്നാമതായി നാവിൻ്റെ പാപം എന്ന് പറയുന്നത് ദൈവദൂഷണമാണ്. രണ്ടാമതായി പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചത് കള്ളസാക്ഷ്യം പറയുക എന്നുള്ളതാണ്. അതിൽ തുടർന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് കള്ളസാക്ഷ്യം പറയുക എന്ന നാവിൻ്റെ പാപത്തിൽ തുടർന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് നുണ, ഫോൾസ് വിറ്റ്നസ്, മനഃപൂർവ്വം തെറ്റായ കാര്യങ്ങൾ പറയുക. ദൈവത്തിൻ്റെ വചനം എന്താ പറയും? നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സദൃശവാക്യങ്ങൾ പ്രോവേർബ്സ് ചാപ്റ്റർ 6 6-ാം അധ്യായം 16 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. 16 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവന് അറപ്പാകുന്നു. These 6 things does the Lord hate. 7 are an abomination unto him. 17-ാമത്തെ വാക്യം. ഗർവുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും. A proud look, a lying tongue, and hands that shed innocent blood. 18-ാമത്തെ വാക്യം. ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബന്ധപ്പെട്ടോടുന്ന കാലും. And heart that devises wicked imaginations. Feet that be swift in running to mischief. 19-ാമത്തെ വാക്യം.
ഫോഷ്ക് പറയുന്ന കള്ളസാക്ഷിയും സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. ശ്രദ്ധിക്കണമേ. എ ഫാൾസ് വിറ്റ്നസ് ദാറ്റ് സ്പീക്സ് ലൈസ് ആൻഡ് ഹി ദാറ്റ് സോസ് ഡിസ്കോർഡ് എമംഗ് ബ്രദറൻ. മനഃപൂർവ്വം തെറ്റായ കാര്യങ്ങൾ പറയുക. അപ്പം ഈ നാവിൻ്റെ പാപത്തിൽ നിന്നും നമ്മുടെ അനുദിന ജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാര്യമാണ് കള്ളസാക്ഷ്യം പറയുന്നു എന്നുള്ള ആശയത്തോട് കണക്ട് ചെയ്ത് ആത്മാവ് നമ്മളെ വിരൽ ചൂണ്ടുന്നത് നുണ. ഹല്ലേലൂയ. ഈ തിരുവചന ഭാഗത്ത് ദൈവം വെറുപ്പായി 6 കാര്യങ്ങളിൽ 3 നാവിൻ്റെ പാപമാണ്. എഫെസ്യ ലേഖനം 4:25 ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് എന്താണ് ശ്രദ്ധിക്കാം. എഫെഷ്യൻസ് ചാപ്റ്റർ 4:25. ആകയാൽ ഫോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ, നാം തമ്മിൽ അവയവങ്ങളല്ലോ. Therefore, putting away lying, speak every man truth with his neighbor, for we are members one of another. Hallelujah. അപ്പോൾ ദൈവം വെറുക്കുന്ന 3 കാര്യങ്ങൾ സദൃശവാക്യം 6:16 മുതൽ 19 വരെയുള്ള വാക്യത്തിലുണ്ട്. അപ്പോൾ അതിന് പ്രായശ്ചിത്തമായിട്ട് ചെയ്യേണ്ടത് സ്തോത്രം ഫോഷ്ക് ഉപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ സത്യം സ്വീകരിക്കുകയും വേണം. കൊളോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യത്തിൽ കർത്താവ് നമുക്ക് ഒരു പരിഹാര നിർദ്ദേശം നൽകുകയാണ്. കൊളോസ്യൻസ് ചാപ്റ്റർ 3:9. അന്യോന്യം ഫോഷ്ക് പറയരുത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോട് കൂടെ ഉരിഞ്ഞു കളഞ്ഞു. അന്യോന്യം ഫോഷ്ക് പറയരുത്, സത്യം സ്വീകരിക്കുകയും വേണം. ഹല്ലേലൂയ. സദൃശവാക്യം 12:22 നോക്കാം. 12:22. വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്, സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദം. ഹല്ലേലൂയ. അപ്പോൾ നാവിൻ്റെ പാപം, നമ്മൾ ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്നത് നമ്മുടെ നാവ് കൊണ്ടാണ്. അതിലൊന്ന് നുണയാണ്. പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാവരുമല്ല, ചിലർ നുണ പറഞ്ഞ് ശീലിച്ചത് കാരണം അവർ മൂക്കി പഞ്ഞു വെക്കുന്നവരെ നുണ പറഞ്ഞാലേ അവർക്ക് സംതൃപ്തി ഉണ്ടാകുകയാണ്. സ്വർഗരാജ്യം കാണത്തില്ല. അപ്പോൾ കള്ളസാക്ഷ്യം പറയുന്നതിലെ 2ാമത്തെ ഒരു കാര്യം ദൂഷണം അല്ലെങ്കിൽ അപവാദം. ദൂഷണം അല്ലെങ്കിൽ അപവാദം. ഒരാളുടെ സ്വഭാവം, വസ്തുവകകൾ, സ്ഥാനമാനങ്ങൾ എന്നിവയെക്കുറിച്ച് നശീകരണ ലക്ഷ്യത്തോടെ തെറ്റായ വാക്കുകൾ പറയുക. ഹല്ലേലൂയ. ഈ ദൂഷണോ അപവാദവും പറയാനായിട്ട് മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ ഒളിഞ്ഞിരുന്ന് ഈ തിരുവചനം കേൾക്കുന്നുണ്ടോ? മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 59, 60, 61 വാക്യങ്ങളിൽ കർത്താവ് നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്. മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘവും ഒക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവൻ്റെ നേരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. പച്ചമരമായ കർത്താവിന് ഇത് സംഭവിച്ചെങ്കിൽ ഉണക്കക്കൊള്ളികളായ നമ്മളുടെ ജീവിതത്തിൽ എത്ര അധികം. അതിൻ്റെ 60-ാമത്തെ വാക്യം, കള്ളസാക്ഷികൾ പലരും വന്നിട്ട് പറ്റിയില്ല. ബട്ട് ഫൗണ്ട് നോ വൺ, ദോ മെനി ഫോൾസ് വിറ്റ്നസ് കെയിം, യെറ്റ് ഫൗണ്ട് ദേ നൺ. അറ്റ് ലാസ്റ്റ് കെയിം 2 ഫോൾസ് വിറ്റ്നസസ്. അതിൻ്റെ 61-ാമത്തെ തിരുവചനം. ഒടുവിൽ 2 പേർ വന്നു, ദൈവമന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിയുവാൻ എനിക്ക് കഴിയുമെന്ന് ഇവൻ പറഞ്ഞുവെന്ന് ബോധിപ്പിച്ചു. ആൻഡ് സെഡ്, ദിസ് ഫെല്ലോ സെഡ്, I am able to destroy the temple of God and to build it in 3 days. Hallelujah. ദൂഷണം, അപവാദം നമ്മുടെ കർത്താവിനെതിരെ പറഞ്ഞെങ്കിൽ നമ്മളെയും ജനം വെറുതെ വിടത്തില്ല. ഒരാളുടെ സ്വഭാവം, വസ്തുവകൾ, സ്ഥാനമാനങ്ങൾ എന്നിവയെക്കുറിച്ച് നശീകരണ ലക്ഷ്യത്തോടെ തെറ്റായ വാക്കുകൾ പറയുക. സഹോദര സഹോദരി, അപ്പ അമ്മേ, എൻ്റെ സഹോദര സഹോദരി, നീ ഈ ലൈനിലാണെങ്കിൽ, നീ ഈ ഗ്രൂപ്പിലാണെങ്കിൽ ടേക്ക് എ ഡിസിഷൻ. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കും. ദൂഷണം എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഒരേ സമയം 3 പേരെ നശിപ്പിക്കുന്നു. 1, ദൂഷണം പറയുന്നവൻ, അവനെ തന്നെ നശിപ്പിക്കുക. 2, ആരെക്കുറിച്ച് പറയുന്നു അവൻ, ആരെക്കുറിച്ചാണോ പറയുന്നത് അവൻ. 3, കേൾക്കുന്നവൻ. സ്തോത്രം. ചിലർക്കൊരു സ്വഭാവമുണ്ട്, ആരെയും കുറിച്ച് ദൂഷണം പറയത്തില്ല, പക്ഷെ ഈ ദൂഷണം പറയുന്നത് കേൾക്കാൻ ഭയങ്കര രസമാണ്. എന്നിട്ട് ആഹാ, അയ്യോ അങ്ങനെയാ,
ഇങ്ങനെ മൂളി മൂളി കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ സന്തോഷമുള്ളവരിപ്പോൾ ഞാൻ പറയുന്നത് കേട്ടിട്ടിരുന്ന് മൂളി ചിരിയോട് ചിരിയാണ്, ഇല്ലയോ? നിന്നെക്കുറിച്ചാണ് പറയുന്നത്. ദൂഷണം അതിവേഗം പടരുന്നതിനാൽ സ്വഭാവഹത്യ വളരെ വേഗം നടക്കുന്നു. വചനം എന്താ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. സദൃശവാക്യം 11-ാം അധ്യായം, സദൃശവാക്യങ്ങൾ 11:9 വാക്യം. Proverbs 11:9. വഷളൻ വായ് കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു, നീതിമാന്മാരോ പരിജ്ഞാനത്താൽ വിടുവിക്കപ്പെടുന്നു. വഷളൻ വാ കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു. An hypocrite with his mouth destroys his neighbor, but through knowledge shall the just be delivered. വഷളൻ വാ കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള അന്ധകാര ശക്തിയുടെ പ്രവർത്തനങ്ങൾ കുടുംബത്തിൽ, കൂട്ടായ്മയിൽ, ഓരോ രാജ്യങ്ങളിൽ, ദേശങ്ങളിലൊക്കെ ഈ കാലഘട്ടത്തിൽ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നശീകരണത്തിൻ്റെ അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോൾ വ്യക്തമായിട്ട് കർത്താവ് നമ്മളോട് വചനത്തിലൂടെ സംസാരിക്കുകയാണ്, ഇടപെട്ട് സംസാരിക്കുകയാണ്. വീണ്ടും സങ്കീർത്തനങ്ങൾ 101:5 തിരുവചനം. Psalm 101:5. വഷളൻ വാ കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കും. കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. ഉന്നത ഭാവവും നിഗള ഹൃദയവും ഉള്ളവനെ ഞാൻ സഹിക്കുകയില്ല. Whoso privately slanders his neighbor, him will I cut off. Him that has an high look and a proud heart will not I suffer. കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഏഷണി പറയാനുള്ള ഏണിയും കൊണ്ട് നടക്കരുത്. സ്തോത്രം. അപ്രകാരം നീ ചെയ്താൽ നീ ഏഷണി പറഞ്ഞ് ആരെയാണോ നശിപ്പിച്ചത് അത് തിരിച്ച് നിന്റെ കുടുംബത്തിലേക്ക് വരും, നിന്റെ കൂട്ടായ്മയിലേക്ക് വരും, നിന്റെ ജീവിതത്തിലേക്ക് വരും. ഹല്ലേലൂയ. സ്തോത്രം. ഇനി വിവാഹിതർ പങ്കാളിയെക്കുറിച്ച് അപവാദം പ്രചരിപ്പിച്ചാൽ അതിന് വായിക്കേണ്ട തിരുവചന ഭാഗമുണ്ട്. അത് കുറച്ച് നീളമുള്ളത് കൊണ്ട് ഞാനിവിടെ വായിക്കുന്നില്ല. നിങ്ങൾ ഹോംവർക്കായിട്ട് വീട്ടിലിരുന്ന് വായിക്കണം. വിവാഹിതർ പങ്കാളിയെക്കുറിച്ച് അപവാദം പ്രചരിപ്പിച്ചാൽ. ആവർത്തന പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 21 വാക്യങ്ങളെയും, ആവർത്തനം 22:13 മുതൽ 21 വരെയും, അതിൻ്റെ കൂടെ 28-ഉം 29 വാക്യങ്ങൾ വായിക്കണം. കഠിനമായ ശിക്ഷയാണ് പഴയ നിയമത്തിൽ അപ്രകാരം പാപം ചെയ്ത വ്യക്തികൾക്ക് കൊടുത്തിരുന്നത്. ഈ ആധുനിക യുഗത്തിലും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടക്കുകയാണ്. ഒന്നുകിൽ ഭർത്താവിനെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ചായിരിക്കും. അപവാദം പറഞ്ഞ് പരത്തുക. സ്വപ്നത്തിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞ് ഭർത്താവിനെതിരെ കേസ് കൊടുക്കുന്ന ദുഷ്ടസ്ത്രീകൾ ഉണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. സ്തോത്രം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ സ്ത്രീകൾ. സ്തോത്രം. പുരുഷനെക്കുറിച്ച് അപവാദം പറയാനായിട്ട് കുറേ സ്ത്രീകൾ ബസ്സിൽ കയറി സഞ്ചരിക്കും. എന്നെ നൊണ്ടി, എന്നെ തൊട്ടു, എന്നെ പിച്ചി എന്നൊക്കെ പറഞ്ഞ് അത് ക്യാമറയിലെടുത്ത് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഇട്ടൊക്കെ പുരുഷന്മാരെ പച്ചയായിട്ട് തല്ലിക്കൊല്ലുന്ന സ്ത്രീകളുണ്ട്. ഒരു എന്ത് സന്തോഷമാണെന്ന് അറിയും. എൻ്റെ പെണ്ണെ, നീ ഒരു ഞരമ്പ് രോഗിയാണ്, മര്യാദക്ക് വീട്ടിൽ കുത്തിയിരി. സ്തോത്രം. അതേപോലെ നിരപരാധികളായ ഭർത്താക്കന്മാർ, അവരെക്കുറിച്ച് എല്ലാ വചനങ്ങൾ പറഞ്ഞു പരത്താനായിട്ട് ദുഷ്ടന്റെ കയ്യിൽ പിശാചിന്റെ അഭിഷേകത്താൽ മൂടപ്പെട്ട ചില ഭാര്യമാർ. അത് കാരണം ചില കുടുംബങ്ങൾ നരകമാണ്. സന്തോഷമില്ല, എല്ലാം ഉണ്ട്, പക്ഷേ സമാധാനമില്ല. സ്തോത്രം. പുരുഷൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് അവനെക്കുറിച്ച് അപവാദം പറയുക. സ്തോത്രം. ഇതൊക്കെ ഒരു മാനസിക രോഗമാണ്. സ്തോത്രം. ഇത്തരത്തിലുള്ള രോഗമുള്ള പെൺകുട്ടികളുടെ ഈ സ്വഭാവം മറച്ചു വെച്ച് എന്നെ കേൾക്കുന്ന അപ്പ, അമ്മേ, നിങ്ങളുടെ മകളെ കെട്ടിക്കരുത്. അവളൊരു മാനസിക രോഗിയാണ്. ഹൃദയത്തിൻ്റെ ഒരു പുരുഷൻ്റെ ഒരു ആൺപയ്യൻ്റെ ജീവിതം നശിപ്പിക്കുന്നു. ഇതുപോലുള്ള ഒത്തിരി കേസുകൾ ഈ കാലഘട്ടത്തിൽ വരുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ പച്ചയായിട്ട് പറയുന്നത്. സ്തോത്രം. അപ്പോൾ വിവാഹിതർ പങ്കാളിയെക്കുറിച്ച് അപവാദം പ്രചരിപ്പിച്ചാൽ ദൈവവചനപ്രകാരം വലിയ ശിക്ഷയായിരിക്കും ലഭിക്കാൻ പോകുന്നത്. ഇതൊരു പ്രസംഗമല്ല, ഒരു ഷോർട്ട് മെസ്സേജും അല്ല. ഇതൊരു പഠിപ്പിക്കലായതുകൊണ്ട് നമുക്ക് സമയത്തിൻ്റെ ഒരു പരിധിയുണ്ട്. അപ്പം അതുകൊണ്ട് ഈ നാവിൻ്റെ പാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കള്ളസാക്ഷ്യം പറയുക എന്നുള്ള ആ സെക്ഷനിൽ പെടുന്നതാണ് നുണ പറയുക, ദൂഷണവും അപവാദവും പറയുക എന്നുള്ളത്. തുടർന്ന് നാളെ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും, പഠിക്കുന്നതായിരിക്കും. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, തിരുവചനത്തിലൂടെ എന്നോട് സംസാരിക്കുന്നതിനായി സ്തോത്രം.
എൻ്റെ കുറവുകളെ നീ കാണിച്ചു തരുന്നതിനായി സ്തോത്രം. അവിടുന്ന് എനിക്ക് അങ്ങയെ സ്തുതിക്കുവാൻ തന്ന ഈ നാവ് കൊണ്ട് പാപം ചെയ്യാതെ മറ്റുള്ളവരിൽ നന്മ കാണാനും മറ്റുള്ളവരുടെ നന്മ പ്രകീർത്തിക്കാനും എന്നെ സഹായിക്കണം. നാവ് കൊണ്ട് ചെയ്തു പോയ സകല പാപവും എന്നോട് ക്ഷമിക്കണം എന്ന് ഹൃദയപൂർവ്വം ദൈവ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞ തിരുസന്നിധിയിൽ ആ പാപം ഇറക്കി വെച്ചാൽ നിനക്ക് സമാധാനം ഉണ്ടാകും, നിനക്ക് സന്തോഷം ഉണ്ടാകും. ദൈവസന്നിധിയിൽ നിൽക്കുവാനുള്ള പ്രാഗൽഭ്യം നിനക്കുണ്ടാകും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചതിന് സ്തോത്രം. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്നതല്ല, അവിടെ ഞങ്ങൾ നിർത്തിയതാണ്. ഒന്നും നേടിയതല്ല, എല്ലാം അവിടുത്തെ ദാനമാണ്. നിന്റെ വചനമാണല്ലോ സത്യം. ഈ സത്യത്താൽ അവിടെ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇറാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഉക്രൈന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഓസ്ട്രേലിയ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ജർമ്മനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ, ഞങ്ങളുടെ സംസ്ഥാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ജനം ഒരുങ്ങുവാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം മക്കളുടെ മേൽ വെച്ചിരിക്കുക സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുന്ന് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ചടിയൻ പ്രാർത്ഥിക്കുന്നു. അവർ രോഗികളുടെ മേൽ കൈവെക്കും, അവർ സൗഖ്യം പ്രാപിക്കും. ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്ത് കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തും അഴിക്കപ്പെടുമെന്നുള്ള അധികാരത്തോടെ പ്രിയമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചന പ്രകാരം പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ അവിടുന്ന് വിടുതലയച്ചതിനായ സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തീയ ജീവിതത്തിൻ ഭാഗ്യമോർക്കുമ്പോൾ ഈ ലോക കഷ്ടമൊന്നും സാരമാക്കേണ്ട. ക്രിസ്തീയ ജീവിതത്തിൻ ഭാഗ്യമോർക്കുമ്പോൾ ഈ ലോക കഷ്ടമൊന്നും സാരമാക്കേണ്ട. എത്തിച്ചേർന്നിടും നമ്മൾ നിത്യരാജ്യത്തിൽ, എത്തിച്ചേർന്നിടും നമ്മൾ നിത്യരാജ്യത്തിൽ. നിത്യയുഗങ്ങൾ നാഥൻ കൂടെ വാണിടാം, നിത്യയുഗങ്ങൾ നാഥൻ കൂടെ വാണിടാം. എന്നെ അറിയുന്നൊരു നാഥൻ എൻ്റെ കൂടെയുണ്ടല്ലോ, എൻ്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. എന്നെ അറിയുന്നൊരു നാഥൻ എൻ്റെ കൂടെയുണ്ടല്ലോ, എൻ്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. അറിയുന്നുണ്ടല്ലോ നാഥൻ കരുതുന്നുണ്ടല്ലോ, അറിയുന്നുണ്ടല്ലോ നാഥൻ കരുതുന്നുണ്ടല്ലോ. എൻ്റെ ഭാരമവൻ തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ, എൻ്റെ ഭാരമവൻ തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. എന്നെ അറിയുന്നൊരു നാഥൻ എൻ്റെ കൂടെയുണ്ടല്ലോ, എൻ്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. എന്നെ അറിയുന്നൊരു നാഥൻ എൻ്റെ കൂടെയുണ്ടല്ലോ, എൻ്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ.